രാവിലെ 5 മണി പലർക്കും ഉറക്കത്തിൻ്റെ സമയമാണ്. പക്ഷേ ചില സ്വപ്നങ്ങൾ അലാറം കേട്ട് എഴുന്നേൽക്കുന്നതല്ല, ലക്ഷ്യങ്ങൾ കേട്ടാണ് എഴുന്നേൽക്കുന്നത്. ഞങ്ങളുടെ ദിവസം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഗ്രൗണ്ടിലെ ഓരോ ലാപ്പും, ഓരോ വാമപ്പും, ഓരോ സ്ട്രെച്ചും, ഓരോ വിയർപ്പ് തുള്ളിയും മെഡൽ നേടാനുള്ള യാത്രയിലെ ചെറിയ ചുവടുവെപ്പുകളാണ്. ഇവിടെ ഞങ്ങൾ അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും വീണ്ടും. കാരണം ചാമ്പ്യന്മാരെ ഉണ്ടാക്കുന്നത് ഒരു ദിവസത്തെ കഠിനാധ്വാനമല്ല, നൂറുകണക്കിന് സാധാരണ ദിവസങ്ങളുടെ സ്ഥിരതയാണ്. ഇത് റണ്ണിംഗ് ഉണ്ട്, കോർ എക്സസൈസുകളുണ്ട്, ഇവൻ്റ് സ്പെസിഫിക് റിപ്പീറ്റേഷൻസ് ഉണ്ട്. ഓരോ കുട്ടിയും ഇന്നത്തെ സ്വന്തം പ്രകടനത്തെ മറികടക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഗ്രൗണ്ടിലെ എല്ലാവരും ഒരുപോലെയല്ല. ആർക്കെങ്കിലും സംസ്ഥാന മെഡൽ സ്വപ്നമാണെങ്കിൽ, ആർക്കെങ്കിലും ദേശീയ മത്സരങ്ങൾ സ്വപ്നമാണെങ്കിൽ, ആർക്കെങ്കിലും ജീവിതത്തിലൊരു മാറ്റം അനിവാര്യമാണെങ്കിൽ അവരാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും ഒരേപോലെ വഴികളാണ് തിരഞ്ഞെടുക്കുന്നത്. അച്ചടക്കം, ക്ഷമ, തുടർച്ച. രാവിലെ 7 മണിയാകുമ്പോൾ ട്രെയിനിങ് അവസാനിക്കും. പക്ഷേ ഇന്നത്തെ പരിശീലനത്തിൻ്റെ ഫലം ഇന്ന് കാണുന്നൊന്നല്ല. അത് മാസങ്ങൾ കഴിഞ്ഞോ, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ബ്ലോക്കിലോ ഒരു ഫിനിഷിംഗ് ലൈൻ കടക്കുമ്പോഴോ ആയിരിക്കും ഇന്നത്തെ അധ്വാനത്തിൻ്റെ റിസൾട്ട് കാണുക. അല്ലെങ്കിൽ ഒരു മെഡൽ കഴുത്തിൽ വീഴുമ്പോഴായിരിക്കും ഇന്നത്തെ ഈ വിയർപ്പിൻ്റെ വില മനസ്സിലാക്കുക. ഇതാണ് ഞങ്ങളുടെ എല്ലാ ദിവസവും. സ്വപ്നങ്ങൾക്ക് വേണ്ടി വിയർപ്പൊഴിക്കുന്ന ഒരു സുപ്രഭാതമാണിത്. രാവിലെ 5 മണി. ഈ സമയത്ത് ലോകത്തിൻ്റെ ഭൂരിഭാഗം ആളുകളും ഉറക്കത്തിലായിരിക്കും. പക്ഷേ ചില സ്വപ്നങ്ങൾക്ക് ഉറക്കം അറിയില്ല. അവയ്ക്കറിയാവുന്നത് ഒരു കാര്യം മാത്രമാണ്: എഴുന്നേൽക്കുക, പരിശ്രമിക്കുക, വീണ്ടും 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 പരിശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഒരു സാധാരണ പ്രാക്ടീസ് സെക്ഷനാണെന്ന് തോന്നാം. കുറച്ച് ഓട്ടം, കുറച്ച് വാമപ്പ്, കുറച്ച് കോർ എക്സസൈസ്, അതിനോടൊപ്പം കുറച്ച് ഇവൻ്റ് പ്രാക്ടീസ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഒരു ചാമ്പ്യൻ ജനിക്കുന്നത് ഇങ്ങനെയുള്ള സാധാരണ ദിവസങ്ങളിൽ നിന്നാണ്. സ്റ്റേഡിയത്തിൽ കിട്ടുന്ന മെഡല്, പത്രത്തിൽ വരുന്ന ഫോട്ടോ, പോഡിയത്തിൽ കേൾക്കുന്ന കയ്യടി, ഇവയൊന്നും ഒറ്റ ദിവസത്തിൽ ഉണ്ടാകുന്നൊന്നല്ല. ഇതുപോലുള്ള ആയിരക്കണക്കിന് രാവിലെകളാണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഒരു കോച്ച് എന്ന നിലയിൽ എനിക്ക് പലപ്പോഴും ചോദിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കേൾക്കുന്ന, എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: സർ, വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? എൻ്റെ ഉത്തരം അന്നും ഇന്നും എപ്പോഴും ഒന്ന് തന്നെയാണ്: രഹസ്യങ്ങളൊന്നുമില്ല, സ്ഥിരത മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ പരിശ്രമം നാളെ വീണ്ടും ആവർത്തിക്കുക, മറ്റന്നാൾ വീണ്ടും, അടുത്ത ആഴ്ച വീണ്ടും, അടുത്ത മാസവും അടുത്ത വർഷവും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അവസാനം അത് നിങ്ങളുടെ വിജയത്തെ മാറ്റും, അതിനൊപ്പം നിങ്ങളുടെ ജീവിതത്തെയും. ഈ കുട്ടികളെ നോക്കൂ, ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട്. ചിലർ വളരെ ദൂരെ നിന്ന് വരുന്നവരാണ്, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും പരിശീലനം തുടരുന്നവരാണ്, ചിലർ ഇന്നലെ തോറ്റവരാണ്. പക്ഷേ ഇന്ന് അവർ വീണ്ടും ഗ്രൗണ്ടിലുണ്ട്. കാരണം പരാജയം അവരെ തളർത്തുകയല്ല, അതൊരു അത്ലറ്റിൻ്റെ മനസ്സാണ്. ഇവിടെ ആരും ഇന്നലെ മറ്റൊരാളുമായി മത്സരിച്ചവരല്ല. ഓരോരുത്തരും മത്സരിക്കുന്നത് ഇന്നലത്തെ സ്വന്തം പ്രകടനത്തോടാണ്. ഇന്നലത്തേക്കാൾ 1 സെക്കൻഡ് വേഗത്തിലോടാൻ, 1 സെൻറ്റിമീറ്റർ കൂടി ദൂരമെറിയാൻ, 1 റിപ്പീറ്റേഷൻ കൂടി ചെയ്യാൻ. അതുകൊണ്ട് പുരോഗതി ഉണ്ടാകുന്നത് ഈ പ്രവൃത്തിയിലൂടെയാണ്. പലരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ വിജയത്തിലെത്താൻ വേണ്ട ജീവിതശൈലി സ്വീകരിക്കുവാൻ എല്ലാവരും തയ്യാറല്ല. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, മഴയായാലും പരിശീലനത്തിന് വരിക, ക്ഷീണമായാലും വിട്ടുകൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥ സാക്രിഫൈസ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് വിയർപ്പാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് അവരുടെ അധ്വാനമാണ്. പക്ഷെ ഞാൻ കാണുന്നത് അവരുടെ പ്രതീക്ഷകളെയാണ്. ഓരോ വിയർപ്പ് തുള്ളിയിലും ഒരു സ്വപ്നമുണ്ട്, ഒരു കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയുണ്ട്, ഒരു സ്കൂളിൻ്റെ അഭിമാനമുണ്ട്, ഒരു നാടിൻ്റെ ഭാവിയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് വലിയ തീരുമാനങ്ങൾ കൊണ്ടല്ല, ചെറിയ നല്ല ശീലങ്ങൾ കൊണ്ടാണ്.
എല്ലാ ദിവസവും കുറച്ച് മുന്നോട്ട് പോവുക, അത്രമാത്രം. ഇന്ന് ആരും നിങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാം, നിങ്ങളുടെ കഷ്ടപ്പാടാരും കാണാതിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് കയ്യടി കിട്ടാതിരിക്കാം. പക്ഷേ ഓർക്കുക, വിത്ത് അത് മണ്ണിനടിയിൽ വളരുമ്പോൾ ആരും കാണുന്നില്ല, മരമായതിനു ശേഷമാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമം തുടരുക, നിങ്ങളുടെ സ്വപ്നത്തെ വിശ്വസിക്കുക, നിങ്ങളുടെ സമയത്തിനായി കാത്തിരിക്കുക. കാരണം വിജയമൊരിക്കലും വേഗത്തിൽ ഓടുന്നവരുടെ മാത്രം സ്വന്തമല്ല, അവസാനം വരെ ഓട്ടം നിർത്താത്തവരുടേത് കൂടിയാണ്. നാളെയും ഇതേ സമയം ഈ ഗ്രൗണ്ടിൽ ഇതേ സ്വപ്നങ്ങളുമായി ഞങ്ങൾ വരും. താരങ്ങൾ നാലുകളിൽ നീണ്ടു നീണ്ടു നിന്ന ചെയ്ത വീര്യമാ, അത്ഭുതങ്ങളൊന്നും തന്നെ പിന്നിലില്ല വിജയമാ, കഷ്ടപ്പെട്ട് നേടിയ വിരുദിലാണ് വിജയമേ. പക്ഷേ യാത്ര അവസാനിച്ചിട്ടില്ല. നാളെയും രാവിലെ 5 മണിക്ക് ഇതേ ഗ്രൗണ്ടിൽ ഇതേ ആവേശത്തോടെ ഞങ്ങൾ വീണ്ടും കാണാം. അതുവരെ സ്വപ്നം കാണൂ, കഠിനാധ്വാനം ചെയ്യൂ, വിയർക്കൂ. കാരണം ചാമ്പ്യന്മാർ ജനിക്കുന്നതല്ല, എല്ലാ ദിവസവും ശ്രമകരമായ പരിശീലനത്തിലൂടെ അവർ രൂപപ്പെടുന്നതാണ്. അത്ഭുതങ്ങളൊന്നും തന്നെ പിന്നിലില്ല വിജയമാ, കഷ്ടപ്പെട്ട് നേടിയ വിരുദിലാണ് വിജയമേ.